കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നും മുഖ്യമന്ത്രിയെ വിവാദത്തിൽപ്പെടുത്താതെ രക്ഷിച്ച ഒരു ഞെട്ടിക്കുന്ന പ്രതികരണമുണ്ട്. കള്ളാടി ദുരന്തമുണ്ടായ പ്രദേശത്ത് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് കൈക്കുഞ്ഞുമായി ആശുപത്രിയിൽ പോയ ദമ്പതികളെ പോലീസ് തടഞ്ഞു നിർത്തി. അവരെ കടത്തിവിട്ടില്ല. ആ കടത്തിവിടാത്ത സന്ദർഭത്തിൽ കൈക്കുഞ്ഞിനോടൊപ്പം വന്ന രക്ഷിതാവ് പറഞ്ഞ ഈ പരാമർശം ഒന്ന് കേട്ടെ. നിങ്ങൾക്ക് ജീവിത അനുഭവത്തിൽ വരണത് അപ്പോഴെങ്കിലും അറിയുള്ളൂ കേട്ടോ. ഞാനിങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ്. അല്ല, ഇവർക്ക് വണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറ്? ഇതുവരെ എല്ലാരും കടത്തിവിട്ട് ഇവര് ഇപ്പൊ CM വരുന്നുണ്ടാണ്. ഇവര് ബ്ലോക്ക് കാരണം പറ അവിടെ മണ്ണ് റോഡ് ഓപ്പൺ ആണ് അവിടെ. ഞങ്ങൾക്ക് നിന്ന് ഇറങ്ങിയ കുട്ടികളെ കരയാൻ തുടങ്ങിയത് എന്ത് ചെയ്യാൻ നിങ്ങൾ പറയും? ഇതുവരെ ഞാൻ വിളിച്ചപ്പോ രാവിലെ പോലും ഇതുവരെ ഒരു വണ്ടി വിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അല്ലെങ്കിൽ മൊത്തം ബ്ലോക്ക് ചെയ്യാം. നമ്മൾ ടാക്സി ഡ്രൈവർ നമുക്ക് എവിടെ പൈസ റൂം എടുത്തിട്ടാണ്. ഷാഫിയോടാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്നാണ് കടത്തിവിടുന്നില്ല എന്ന്. കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഒരു രക്ഷിതാവ് കൈക്കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസുകാർ അനുവദിക്കുന്നില്ല, കാര്യം മുഖ്യമന്ത്രിയുടെ സന്ദർശനമാണ് കാരണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായി മാറിയനെ വിവാദം? ഈ ഒരൊറ്റ വിഷയത്തെ കത്തിച്ച് ആ വീട്ടുകാരുടെ പ്രതികരണം, അവരുടെ ലൈവ്, ആ നാട്ടുകാരുടെ പ്രതികരണം, ഇനി ഈ നാട്ടിൽ ഒരു മനുഷ്യൻ പോലും ആ കാര്യം അറിയാത്തവരായി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന വാർത്താ കോലാഹലം ഉണ്ടായേനെ. പക്ഷെ എന്തുകൊണ്ട് ഒളിപ്പിച്ചു? കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ റിയാലിറ്റി എന്താണെന്ന് ഇന്നും മനസ്സിലാക്കണം. ഇന്നലകളിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പ്രശ്നമാണ്, അദ്ദേഹം ഉപയോഗിക്കുന്ന കാറ് പ്രശ്നമാണ്, അദ്ദേഹത്തിന്റെ സുരക്ഷ പ്രശ്നമാണ്, അദ്ദേഹം സംസാരിക്കാൻ പോകുന്ന മൈക്കിനെ ചുറ്റിപ്പറ്റി പ്രശ്നമാണ്, അദ്ദേഹം കടന്നു പോകുന്ന വഴിയിൽ ആരെങ്കിലും നോക്കിയാലോ ഏതെങ്കിലും കാര്യം പറ്റില്ലെന്ന് പറഞ്ഞാൽ വിവാദമാണ്. ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ കടന്നു പോകാൻ പറ്റാതെ രോഗി ഉണ്ടെങ്കിൽ, മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ പോലീസ് വാഹനം തടഞ്ഞാൽ, അവിടെ ഒരു രോഗി ഇല്ലെങ്കിൽ ഒരു നാടക നടനെ അറേഞ്ച് ചെയ്തെങ്കിലും അവിടെ രോഗികളെ സൃഷ്ടിച്ച് വാർത്തയുണ്ടാക്കുമായിരുന്നു. അവിടെ നിന്നാണ് ഒരു റിയൽ സംഭവം അബദ്ധത്തിൽ PR ഫോട്ടോഷൂട്ടിനിടെ വീഴുമ്പോൾ അത് വാർത്തയാക്കാതെ വിവാദമാക്കാതെ ജാഗരൂകരായിട്ട് ആ വിഷയത്തെ കണ്ടില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ കടത്തിവിടുന്നത്. കാര്യം അത് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ്. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് ഒരു കുഞ്ഞിന് ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ചർച്ചയാകേണ്ടതല്ലേ? അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹനം കടന്നു വരുന്നത് കൊണ്ട് ആ വഴി പിന്നെ ഈച്ച പോലും കടക്കാൻ പാടില്ലാത്ത അവസ്ഥയുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കേണ്ടതല്ലേ? വാക്കുകളിൽ മാത്രം സിംപ്ലിസിറ്റിയും അദ്ദേഹത്തെ പൂക്കി ചിരിയനൊക്കെ ആക്കി അവതരിപ്പിക്കുമ്പോൾ റിയൽ ആയിട്ട് എന്താണ് ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്നതിന്റെ, അതും കൈക്കുഞ്ഞായിട്ടുള്ള വ്യക്തി പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ സംഭവം നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാകുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ കൂടിയുണ്ട്. കിട്ടിയ അവസരത്തെ ഷാഫി PR ഫോട്ടോഷൂട്ടിലൂടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി അവിടെ അഭിനയിച്ച് തകർത്തത് നേരത്തെ ഒരു വാർത്തയായി കൊടുത്തിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ രക്ഷിതാവ് പറയുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയും മുഖ്യമന്ത്രിയുടെ വരവും കൊണ്ട് പൊതുജനത്തിലെ അല്ലെങ്കിൽ കൈക്കുഞ്ഞായ ഒരു കുട്ടിക്ക് ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വാർത്തയായിരുന്നു. പക്ഷേ ചർച്ചയാക്കാതെ അതിനെ കടത്തിവിട്ട മാധ്യമ പ്രവർത്തകരുടെ ജാഗ്രതയും കരുതലും നാട് തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ.